നമ്മൾ ഇവിടെ രാമശക്തി എന്ന് പറയുന്നത് ജ്ഞാനശക്തി എന്ന് തന്നെയാണെന്ന് നമുക്ക് ശ്രവിക്കുവാൻ സാധിച്ചു. കാരണം നമ്മളിപ്പോ രാമായണം അതിന്റെ ഇതിഹാസ ചരിതത്തെ നമ്മൾ കഥയായിട്ട് ഇവിടെ അവതരിപ്പിക്കേണ്ടായി. ഇനി ആ കഥയിൽ നിന്നും നമുക്കറിയുവാനുള്ള തത്വം, ആശയം, ഇതാണിപ്പോ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇതിലെ ആശയം അല്ലെങ്കിൽ തത്വം നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ പറയുന്നത്? കാരണം ഇപ്പൊ നമ്മളെ സംസ്കാരം അല്ലെങ്കിൽ സനാതന ധർമ്മം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിരിക്കുന്ന എന്തെല്ലാമോ ധാരണകളിലേക്ക് പലരും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പഴമയും പുതുമയും പറഞ്ഞ് അഹങ്കരിക്കുവാനുള്ളതല്ല വാസ്തവത്തില് നമ്മുടേതായിരിക്കുന്ന ഇതിഹാസ പുരുഷന്മാരുടെയും അതുപോലെ അവതാര സ്വരൂപങ്ങളുടെയും ഗുരുജനങ്ങളുടെയും എല്ലാം കഥകൾ പറഞ്ഞ് നമുക്ക് അഭിമാനിക്കുവാനും അഹങ്കരിക്കുവാനും അല്ല വാസ്തവത്തിലുള്ളത്. കാരണം അവർ ഈശ്വരന്മാര് തന്നെ ആ രീതിയിൽ അവതരിച്ചിട്ടുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ആ യാതനകളും ത്യാഗങ്ങളും ക്ലേശങ്ങളും. അപ്പൊ ഇവിടെ ഈ സംസാരത്തിൽ നമ്മൾ ഏത് രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോകുമ്പോഴും അതിൻ്റെതായിരിക്കുന്ന ക്ലേശം അനുഭവിക്കേണ്ടി വരും. അപ്പൊ ആ ക്ലേശത്തിൽ നിന്നുമുള്ള പരിപൂർണ മോചനം, ആ മോചനം ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ രാമശക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനശക്തി എന്ന് പറഞ്ഞത്. അപ്പൊ ജ്ഞാനശക്തി, അപ്പൊ ജ്ഞാനം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? മോക്ഷമാണ് സംഭവിക്കുന്നത്. ഈ ജ്ഞാനം കൊണ്ട് മോക്ഷം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേദത്തിലെയും അതുപോലെ പുരാണത്തിലെയും അതുപോലെ തന്ത്രത്തിലെയും ദേവതകളുടെ പ്രത്യേകതകളെ കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അറിയേണ്ടതുണ്ട്. കാരണം വേദത്തിലെ ദേവതാ സങ്കല്പങ്ങള്, കാരണം വേദത്തിലെ ദേവതകളിൽ നിന്നും നമുക്ക് വാസ്തവത്തില് എന്താണ് സംഭവിക്കുന്നത്? ഭുക്കരിയാണ്, ഭുക്കരി. ഇപ്പോ പുത്രകാമോ യചേത, വസുകാമോ യചേത എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സമ്പത്ത് വേണോ, ഭാര്യ പുത്രാദി ധനം അങ്ങനെയുള്ളവ വേണോ, അതോ ഐശ്വര്യം വേണോ, അതിനൊക്കെ ഓരോരോ ദേവതകളെ യജിക്കൂ, ഭജിക്കൂ, ആശ്രയിക്കൂ എന്നുള്ള രീതിയിലാണ്. ലൗകികവും അലൗകികവുമായിരിക്കുന്ന ജീവിതത്തിന്റെ സംതൃപ്തിക്ക് ആവശ്യമായിരിക്കുന്ന വിഭവങ്ങൾ നേടുവാനുള്ള ഉപായങ്ങളായിട്ടാണ് വാസ്തവത്തില് നമുക്ക് വേദത്തില് പ്രധാനമായിട്ടും ദേവതകളുടെ ഉപാസനകളെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പുരാണത്തിലെ ദേവതകള് നമുക്ക് മുക്തി പ്രദാനം ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ നമ്മളെ ശിവനെ ഭജിച്ചാലും അതുപോലെ വിഷ്ണുവെ ഭജിച്ചാലും അവിടെ ദേവിയെ ഭജിച്ചാലും അതിന്റെ ആത്യന്തികമായിരിക്കുന്ന പരമപ്രയോജനം നമുക്കെന്താണ്? മുക്തിയാണ് എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ മോക്ഷം അതാണ്. ഇനി തന്ത്രത്തിലെ ദേവതാ സങ്കല്പങ്ങളുടെ പ്രത്യേകത എന്താണ്? തന്ത്രത്തിലെ ദേവതാ സങ്കല്പങ്ങൾ നമുക്ക് ഭക്തിയും അതുപോലെ ഭുക്തിയും അതുപോലെ മുക്തിയും പ്രദാനം ചെയ്യും എന്നുള്ളൊരു മഹിമയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശ്രീവിദ്യാതന്ത്രം പോലെയുള്ള ആ തന്ത്ര സാധനകളിൽ നിന്നെല്ലാം നമുക്ക് ഇഹപര ലോകങ്ങളിലെയും എന്താ പറയാ ആ ശരിയായിരിക്കുന്ന സംതൃപ്തിയും അതോടൊപ്പം തന്നെ നമുക്ക് ശരിയായിരിക്കുന്ന മോക്ഷവും ആർജിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു നിർദ്ദേശം, ഒരു ആദേശം നമ്മുടെ തന്ത്രശാസ്ത്രങ്ങളിൽ ഒന്നുകൂടി പ്രത്യേകിച്ച് കാണുന്നത് കൊണ്ടുകൂടിയാണ് നമ്മുടെ ത്രിപുരാശ്രമത്തിൽ നിന്ന് ആളുകൾക്ക്, അതായത് സജ്ജനങ്ങൾക്ക്, ഉപാസകന്മാർക്ക് ആചരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്ത്രസാധനകളെയും നിർദ്ദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ ദേവതകളുടെ പ്രത്യേകതകൾ അപ്പോ നമ്മളിവിടെ വ്യക്തമായിട്ട് തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്ക് സംസാര നിവൃത്തി അല്ലെങ്കിൽ ആത്യന്തികമായിരിക്കുന്ന ദുഃഖങ്ങളുടെ നിവൃത്തി നമുക്ക് നേടുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകം അറിയേണ്ടതാണ്. ഇനി നമുക്ക് തുടർന്ന് വരുന്ന കഥാഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന തത്വം എന്താണെന്നുകൂടി നമുക്കിവിടെ പരിശോധിക്കാം. ഇവിടെ സീതാവിരഹത്തിന് മുമ്പ് ആദ്യമുണ്ടാകുന്നത് എന്താണ്?
ശൂർപ്പണഖയുടെ വരവാണ്. അപ്പോ ശൂർപ്പണഖയെ കുറിച്ച് എന്താ പറയുന്നത്? ശൂർപ്പണഖ എന്നാൽ മുറം പോലെയുള്ള നഖത്തോടു കൂടിയവൾ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് ത്വക്കിന്റെയും നഖത്തിന്റെയും രൂപം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് കാമാസക്തിയാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം ശൂർപ്പണഖയെ കാമാസക്തിയുടെ പ്രതീകമായിട്ടാണ്, കാമത്തിന്റെ പ്രതിരൂപമായിട്ടാണ് നമുക്കിവിടെ ശൂർപ്പണഖയെ കാണുവാൻ സാധിക്കുന്നത്. എന്താണ് നമ്മുടെ ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ ഇപ്പൊ പറയുന്ന ഈ കുളപ്പുള്ളി എന്ന് പറയുന്ന പ്രദേശത്തിലും ഇപ്പോ വ്യക്തമായിട്ട് എനിക്കറിയില്ല, ബ്യൂട്ടി പാർലറുകൾ ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ മുഖത്തിന്റെയും അതുപോലെ നമ്മുടെ ഈ തൊലിയുടെയും സ്കിൻ എന്താ പറയാ തൊലിയുടെയും അതുപോലെ നമ്മുടെ നഖത്തിന്റെയും ഒക്കെ സൗന്ദര്യം അത് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അത് എന്താണ്? കാമാസക്തിയുടെ പ്രതീകമായിട്ടാണ് നമുക്ക് പൂർവികന്മാര് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പോ നഖത്തിലുള്ള ആസക്തി വാസ്തവത്തിൽ എന്താണ്? കാമാസക്തിയെ തന്നെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം. ഇപ്പോ കേശാലങ്കാരം അതുപോലെ തന്നെ മുടി എങ്ങനെ കേശാലങ്കാരം ചെയ്തുകൊണ്ട്, അതുപോലെ നഖാലങ്കാരം, അതുപോലെ നമ്മുടേതായിരിക്കുന്ന സ്കിന്ന്, ഇതൊക്കെ ഏത് രീതിയിൽ അതിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്നുള്ള നോട്ടത്തോടു കൂടിയിട്ടാണ് ഇപ്പൊ പലരും മുന്നോട്ട് പോകുന്നത്. അവിടെയൊക്കെ എന്താണ്? നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവിടെയൊക്കെ ഉറങ്ങിക്കിടക്കുന്നത് കാമവാസനയുടെ പ്രകടഭാവമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോ മനസ്സ് ജഡീകൃതമാകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നഖത്തിന് നഖത്തിന്റെ വഴിക്കും മുടിയുടെ വഴിക്കും വിടണം. കാരണം നഖം നമുക്ക് എന്താണ്? അതിനെ വൃത്തിയാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുക, അത്രയൊക്കെയാണ്. എന്തായാലും നോക്കാം. ഇനി ഇപ്പൊ ഇവിടെ ശൂർപ്പണഖയുടെ വൈരുദ്ധ്യത്തിലൂടെ എന്താണ് ശൂർപ്പണഖയുടെ അതല്ലേ ശൂർപ്പണഖയുടെ മുഖം അതുപോലെ അങ്ങനെയൊക്കെയുള്ള മറ്റേ ശൂർപ്പണഖയെ വിരൂപയാക്കി വിട്ടു എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്നും എന്ത് മനസ്സിലാക്കുന്നു? ആ വൈരൂപ്യത്തിലൂടെ കാമവാസനയെ ജയിക്കുന്നതായിട്ടാണ്. അപ്പൊ നമ്മളും നമ്മുടെ ഉള്ളില് ഏതെങ്കിലും തരത്തിലുള്ള അത്യാഗ്രഹങ്ങള് ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുവാനും അതുപോലെ തന്നെ അതിനെ മറികടക്കുവാനും നമുക്ക് സാധിക്കണം. പിന്നെ ഖരൻ തുടങ്ങിയ 14,000 രാക്ഷസന്മാരുടെ മേലെയുള്ള ജയവും കാമവൃത്തികളുടെ ജയത്തെയാണ് കാണിക്കുന്നത്. ആഗ്രഹം ഒന്നല്ല, ഒന്നിനു പിറകെ മറ്റൊന്നായിക്കൊണ്ട് ആയിരക്കണക്കിന് ആഗ്രഹങ്ങളെ, ചിത്തവൃത്തികളെ ഓരോ ഹൃദയത്തിലും ഓരോ മനസ്സിലും ഓരോ ജീവന്മാരിലും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ കാമവൃത്തികളുടെ മുകളിലുള്ള ജയത്തെ എങ്ങനെയാണ് സാധിക്കുന്നത്? രാമബാണം കൊണ്ടാണ് ഇവിടെ എല്ലാം സാധിക്കുന്നത്. രാമബാണം കൊണ്ട് സാധിക്കുക എന്ന് പറയുമ്പോഴോ ഈ വിഷയങ്ങളെയൊക്കെ വേരോടെ വിച്ഛേദിക്കുന്നതാണ് രാമബാണം. അപ്പോ എന്താണ് വാസ്തവത്തില് വിഷയാസക്തിയെ മറികടക്കുന്ന അല്ലെങ്കിൽ വിഷയാസക്തിയെ തരണം ചെയ്യുവാൻ സാധിക്കുന്ന രാമബാണം? യഥാർത്ഥത്തിൽ ആത്മജ്ഞാനമാണ് രാമബാണം. ആത്മാവിലേക്ക് ഉണർന്നവർക്ക് മാത്രമേ ഇത്തരം രാക്ഷസവൃത്തികളെ തരണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ശൂർപ്പണഖ രാവണനെയും ഇളക്കിയതിനാലാണ് പിന്നീട് മാനായിട്ട് മാരീചനെത്തിയത്. ആ ശൂർപ്പണഖ ചെന്ന് രാവണന്റെയും മനസ്സിലെ മോഹത്തെ ഇളക്കി വിട്ടു. അതുകൊണ്ടല്ലേ പിന്നെ മാരീചനെ മാൻ രൂപത്തില് ആ അഴകിയ രാവണൻ പറഞ്ഞയച്ചത്. ഇവിടെ ഈ നവമസ്കന്ധത്തിലെ കഥകൾ പറയുന്നത് ദേഹവാസന അകറ്റാനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. സൂര്യവംശ രാജാക്കന്മാരുടെ കഥകള് പ്രധാനമായിട്ട് പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ദേഹവാസനകള്. കാരണം ദേഹത്തിലുള്ള ദേഹോഹം മോഹം നിമിത്തം നമുക്ക് വരുന്ന അനർത്ഥ ചിന്തകളും ആ കാമനകളും മുഖാന്തരം അനുഭവിക്കുന്ന ദുരിതങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോ സകല അനർത്ഥങ്ങൾക്കും കാരണമായിരിക്കുന്നതാണ് എന്റെ ശരീരവാസന. ശരീരത്തിലിരുന്ന് സുഖിക്കണം, ശരീരത്തിലിരുന്ന് രസിക്കണം, അനുഭവിക്കണം, ആസ്വദിക്കണം എന്നുള്ള മായാമോഹം കൊണ്ട് ഇവിടെ ഓരോ
അനീതികളും അധർമ്മങ്ങളും ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ വാസനകളെയൊക്കെ എങ്ങനെയാണ് ജയിക്കേണ്ടത്? അതായത് ഇവിടെ സകല അനർത്ഥങ്ങൾക്കും കാരണമായിരിക്കുന്നത് ശരീരവാസനയാണെന്ന് കണ്ടു. അതിൽ പ്രബലമായതാണ് കാമവാസനയെന്നും കണ്ടു. അപ്പോ രാമമന്ത്രം കൊണ്ടും ശ്രദ്ധയോടുകൂടിയ സാധനാനുഷ്ഠാനം കൊണ്ടും സജ്ജന സംസർഗം കൊണ്ടും മാത്രമേ ഈ ശത്രുക്കളെ നമുക്ക് ഉന്മൂലനാശം വരുത്തുവാൻ സാധിക്കൂ. ശ്രീ ഗുരുമുഖമായി ധർമ്മം ആചരിച്ച് ജീവിക്കുന്ന സന്യാസിമാരുടെ ഉപദേശത്തോടുകൂടി നമ്മൾ ആ ഈശ്വരീയമായ ശക്തിയുടെ ബ്രഹ്മശക്തിയുടെ ഒരു മൂലമന്ത്രത്തെ സ്വീകരിച്ച് ആ മൂലമന്ത്ര ജപം അനുഷ്ഠാനം നമ്മള് ചെയ്ത് നമുക്കെന്താണ് നമ്മുടേതായിരിക്കുന്ന ശരീരത്തിലും, അതായത് ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന എല്ലാ മോഹങ്ങളിൽ നിന്നും ജയിച്ച് നമുക്ക് എന്താണ് ഇഹപരലോകങ്ങളിലെയും ജീവിതത്തിലെ ഒരു പൂർണ്ണത, സംതൃപ്തി അനുഭവിക്കുവാൻ സാധിക്കണം. ഇവിടെ ഈ മാരീചൻ വന്നു എന്ന് പറയണ്ടായി. ഇപ്പൊ ഇവിടെ എന്താണ് മാരീചൻ? ദേഹവാസനകളെയാണ് ഇവിടെ പൊന്മാൻ എന്ന് പറയുന്നത്. രാമബാണത്താലാണ് പൊന്മാനും നശിക്കുന്നത്. അപ്പൊ ലോകരാവണൻ ഈ തക്കത്തിലാണ് സീതയെ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നത്. എന്താ ലോകരാവണൻ എന്ന് പറഞ്ഞാൽ? ലോകത്തെ മുഴുവൻ കരയിപ്പിക്കുന്നവനാണ് ലോകരാവണൻ. അതിന് കാരണമോ ഇത് ശരീരബോധം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അജ്ഞാനത്തിൽ നിന്നുമാണ് ശരീരബോധം ഉടലെടുക്കുന്നത്. അപ്പൊ അജ്ഞാനം കൊണ്ടുമാണ് ആ രാവണൻ സീതയെ അപഹരിച്ചതും. അപ്പൊ അജ്ഞാനം സീതയെ ആവരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്ത്രീലമ്പടനും രാക്ഷസനുമായിരിക്കുമ്പോൾ സീതയെ ഉൾക്കൊള്ളുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. സീത വാസ്തവത്തിലെ ബ്രഹ്മവിദ്യയാണ്. അത് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് ആത്മവിദ്യയാണ്, ആത്മബോധമാണ്. നിജശുദ്ധമായിരിക്കുന്ന പ്രജ്ഞാനം, ബ്രഹ്മ എന്ന് പറയുന്ന പ്രജ്ഞാനഘനം തന്നെയാണ് സീത. ആ സീതയെ അറിയുവാൻ, ആ സീതയെ അനുഭവിക്കുവാൻ ആസക്തിയുള്ളവർക്ക് സാധിക്കുമോ? സാധിക്കുകയല്ല. അപ്പൊ സ്ത്രീലമ്പടനും രാക്ഷസനുമായിട്ടിരിക്കുമ്പോൾ സീതാദേവിയെ അംഗീകരിക്കുവാനോ ആശ്രയിക്കുവാനോ അറിയുവാനോ സാധിക്കുകയില്ല. സ്ത്രീ സംഖ്യകളുടെ ഒഴിയാത്ത ദുഃഖത്തെയാണ് രാമദുഃഖം ഇവിടെ പ്രകടമാക്കുന്നത്. അതുതന്നെയാണ് ദശരഥന്റെ ഗതിയും വ്യക്തമാക്കി തരുന്നത്. എന്നുവെച്ചാൽ സ്ത്രീയിലുള്ള ആസക്തി എന്ന് പറയുമ്പോൾ ഇവിടെ സ്ത്രീയെ മാത്രം അങ്ങനെ നമ്മൾ എടുത്തു പറയുന്നതല്ല. അതായത് സ്ത്രീക്ക് പുരുഷനിലും പുരുഷന് സ്ത്രീയിലുമുള്ള മോഹം, അവർക്ക് പരസ്പരമുള്ള ഹൃദയഗ്രന്ഥി, താൻ സ്ത്രീയാണെന്നും താൻ പുരുഷനാണെന്നും പരസ്പരം രണ്ടു കൂട്ടർക്കും തോന്നുമ്പോൾ ഒന്നാകുവാനും ആലിംഗനബദ്ധരാകുവാനും ചുംബനാദി അങ്ങനെയുള്ള ആ മൈഥുനം മുതലായിരിക്കുന്ന ലീലകളിലേക്കൊക്കെ പ്രവേശിക്കുവാനും തോന്നുന്ന ആ ചേളോവികാരത്തെയാണ് ഇവിടെ ഈ പറയുന്ന ആസക്തിയായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിൽ ഭ്രമിച്ച് ആ സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന സംസാരികളുടെ തീരാ ദുഃഖത്തെയാണ് ഇവിടെ വാസ്തവത്തില്, ഒഴിയാത്ത ദുഃഖത്തെയാണ് ഇവിടെ രാമദുഃഖം പ്രകടമാക്കുന്നത്. രാമൻ വനത്തിൽ വിലപിച്ചുകൊണ്ട് നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രാമൻ അപ്പോ ഇവിടെ നമുക്ക് എന്താണ് രാമൻ അല്ലാതെ അത് പ്രകൃതി എന്ന് വെച്ചാൽ ഈ പ്രകൃതിയില് ആസക്ത ചിത്തന്മാരായിരിക്കുന്ന, പ്രകൃതിയില് ഭ്രമിച്ച് അതിൽ ആസക്ത ചിത്തന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോ കുടുംബജീവിതത്തിൽ നയിച്ച് ആ സ്ത്രീയിലും പുരുഷനിലും സുഖിച്ച് അതില് ആനന്ദിച്ച് രമിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആ സ്ത്രീ സംഖ്യകളുടെ ഒരു ദുഃഖത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളെ ആ രാമന്റെ ഇതായിരിക്കുന്ന ആ വനവാസക്കാലത്ത് രാമൻ അനുഭവിച്ച ദുഃഖത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ ആയിട്ട് ഉള്ളത്. അതാണ് രാമദുഃഖം. അപ്പൊ പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ അത് തന്നെയാണ്. കാരണം ദശരഥന്റെയും
മറ്റേ സ്ത്രീയിലുള്ള ആസക്തി കാരണമാണല്ലോ കൈകേയിക്ക് കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടിയിട്ടല്ലേ ദശരഥനെ സ്വന്തം പുത്രനെ ഇപ്പൊ കാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടി വന്നത്. അപ്പോ രണ്ടുപേർക്കും ഉണ്ടായിരിക്കുന്ന ദുഃഖത്തിന് കാരണം ഇപ്പൊ ഇവിടെ സാധാരണ അജ്ഞാനം ബാധിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആ കുടുംബജീവിതത്തിലെ ഉള്ളവർ അവർക്ക് നേരിടേണ്ടി വരുന്ന ദുഃഖത്തെയാണ് ഇവിടെ ഇങ്ങനെ നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ തൻ കാര്യസാധ്യത്തിനായിട്ട് സ്ത്രീ എന്തകൃത്യം ചെയ്യാനും മടിക്കുകയില്ല. ഈ സ്ത്രീയോടും ഈ സ്ത്രീ സംഖ്യകളോടുമുള്ള സംഘമാണ് ഈ സംസാരത്തെ നിലനിർത്തുന്നത്. അപ്പൊ സംസാരം സമാപിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗമുണ്ടാകണം. പ്രാകൃതന്മാരുമായുള്ള സംഘത്താൽ ജീവൻ സംസാരത്തിൽ ബന്ധിക്കപ്പെടുന്നു. അപ്പോ ഈ കാണുന്ന പ്രകൃതി സത്യമാണെന്ന് എണ്ണുന്നവരാണ് പ്രാകൃതന്മാര്. പിന്നെയോ സജ്ജനങ്ങളുമായുള്ള സംഘത്താൽ ജീവൻ സംസാരത്തിൽ നിന്നും മോചിക്കുകയും ചെയ്യും. ഈശ്വരൻ മാത്രം സത്യമെന്നും മറ്റുള്ളതെല്ലാം ഈശ്വരനെ കാണാത്തപ്പോഴുണ്ടാകുന്ന ഭ്രാന്തി മാത്രമാണെന്ന ബോധം ഉറച്ചവരെയാണ് സാധുക്കൾ, സന്യാസിമാർ, ആ റിയൽ ട്രൂത്ത്, യഥാർത്ഥമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനം, ബ്രഹ്മസത്യം അറിഞ്ഞവരെയാണ് സാധുക്കൾ, ഗുരുജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളിവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ കാരണം ഇപ്പൊ സ്ത്രീ തന്റെ മോഹം സാധിക്കാൻ എന്ത് അകൃത്യവും ചെയ്യും എന്ന് കാണുമ്പോൾ പുരുഷന്മാരായിട്ടുള്ളവരെ അതിലെ അഭിമാനിച്ച് സ്ത്രീകളെ മാത്രം അതിൽ നമ്മൾ കുറ്റപ്പെടുത്തുന്നതും വാസ്തവത്തിൽ യുക്തമല്ല. ഇവിടെ എന്താ വെച്ചാൽ സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലുമാണ്. കാരണം പ്രധാനമായിട്ട് പുല്ലിംഗത്തിലാണ് നമ്മുടെ ശാസ്ത്രങ്ങളെയൊക്കെ അറിയിപ്പിക്കുന്നത്. അപ്പൊ ആ പുല്ലിംഗമാകുമ്പോൾ അത് ആത്മാവിനെയും സ്ത്രീലിംഗമാകുമ്പോൾ അത് പ്രകൃതിയെയും ജഡവസ്തുക്കളെയുമാണ് ആ പ്രതിനിധീകരിക്കുന്നതെന്ന് നമ്മളിവിടെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഈ പരസ്പരം മോഹിതരായിട്ട് തീരുന്ന സ്ത്രീയെയും പുരുഷനെയും രണ്ടുപേരെയും ഒരുമിച്ച് തന്നെയാണ് ഇവിടെ വാസ്തവത്തിലെ ഗ്രന്ഥകാരന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നീട് പലരും അവരുടേതായിരിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? പ്രത്യേക ഒരു വർണ്ണത്തിലും അതുപോലെ പ്രത്യേക ഒരു വർഗത്തിലും, അതായത് സ്ത്രീയിലും പുരുഷനിലും ഇങ്ങനെയൊക്കെയുള്ള ഭേദഭാവനകളെ ഉണർത്തിവിട്ട് ആ സംസ്കാരത്തിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉത്സിത ശ്രമങ്ങളാണ് ഇവിടെ സ്ത്രീനിന്ദയും അതുപോലെ സ്ത്രീ ആരാധനയും അതുപോലെ പുരുഷസ്തുതിയും പുരുഷാരാധനയും അങ്ങനെയൊക്കെയുള്ള പല പല വിരോധാഭാസങ്ങൾക്കും ഇടയായിട്ട് തീർന്നു. അപ്പൊ ഇവിടെ ഈ പ്രകൃതി തന്നെ സത്യമായിട്ട് കാണുന്ന ആളുകളെയൊക്കെ സ്ത്രീകളായിട്ട് തന്നെ പറയാം എന്നുള്ളതാണ്. ആ പ്രകൃതിയെയും ഉള്ളതാക്കി വെച്ചിരിക്കുന്ന പുരുഷനെ, ചൈതന്യത്തെ ബോധിച്ചവരെ അല്ലെങ്കിൽ അതിനെ അറിയുന്നവരെ പുരുഷന്മാര് എന്നും പറയാം. അപ്പൊ പുരുഷനെ മാത്രം അറിഞ്ഞുകൊണ്ട് ആ ആത്മാവിൽ ആത്മാരതിയോട് കൂടിയിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ സന്യാസിമാർ എന്ന് ഇന്ന് പറയുന്നത്. അങ്ങനെയുള്ള സന്യാസിമാരെന്താണ്? ധർമ്മസംഗ്രഹത്തിനും ലോകശാന്തിക്കും വേണ്ടിയിട്ടാണ് അവരെ അവരുടേതായിരിക്കുന്ന ആ തപശക്തിയും അവരുടേതായിരിക്കുന്ന ആ അറിവും ഇവിടെ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സജ്ജന സംസർഗം കൊണ്ടും അതുപോലെ സത്സംഗം കൊണ്ടും അവരിൽ നിന്നും ലഭിക്കുന്ന ഉപദേശം കൊണ്ടും വേണം നമ്മൾ പൂർണ്ണത നേടുവാൻ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കണം. പിന്നീട് എന്താണ്? പിന്നെ ജടായു, സ്വയംപ്രഭ, ശബരി, ഹനുമാൻ തുടങ്ങിയവരെല്ലാം ജീവൻ ജ്ഞാനമാർഗത്തിൽ പോകുമ്പോൾ സഹായികളായിട്ട് വരുന്ന സദ്വാസനകളാണ്. പിന്നീട് നമുക്ക് രാമായണം പലരും ഇവിടെ രാമായണം ശ്രദ്ധിക്കുന്നവരും അതുപോലെ പാരായണം ചെയ്യുന്നവരുമാണ്. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെങ്കിലും രാമായണം വായിക്കാത്ത മലയാളികൾ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. എല്ലാ ദിവസവും മനനം ചെയ്യേണ്ടതാണ് വാസ്തവത്തിലെ രാമായണത്തിലെ കഥകളും അതിലേതായിരിക്കുന്ന ആ രഹസ്യങ്ങളും. അപ്പൊ അവർക്കറിയാം. പിന്നീട് കഥാഭാഗങ്ങളില് ജടായുവെ കാണുന്നുണ്ട്, സ്വയംപ്രഭയെ കാണുന്നുണ്ട്, ശബരിയെ കാണുന്നുണ്ട്, ഹനുമാനെ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? ജീവൻ ജ്ഞാനമാർഗത്തിൽ പോകുമ്പോൾ സഹായികളായിട്ട് വരുന്ന സദ്വാസനകളാണ്.
അതാണ്. ഇവരാണ് സീതാന്വേഷണത്തിന് പ്രയോജനപ്പെടുന്നത്. അപ്പൊ സീതാന്വേഷണം എന്ന് പറയുമ്പോൾ ബ്രഹ്മവിദ്യയ്ക്ക് വേണ്ടി, ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി, ആത്മബോധത്തിന് വേണ്ടിയിട്ട്, ആത്മജ്ഞാനം അറിയുവാൻ ഉള്ള സാധനയില് വിഘ്നങ്ങൾ തീർക്കുന്ന സദ്ഗുണങ്ങളായിട്ടാണ്, സദ്ഗുരുക്കന്മാരായിട്ടാണ് നമുക്ക് ഇവിടെ ജടായു, സ്വയംപ്രഭ, ശബരി, ഹനുമാൻ മുതലായിട്ടുള്ളവരെയെല്ലാം കാണുവാൻ സാധിക്കുന്നത്. വികാരം സൃഷ്ടിക്കുന്ന രാക്ഷസപരീക്ഷകളായ ദുർജനങ്ങളാകുന്ന ദുർവാസനകളെ ജയിച്ചാലേ ഈ അന്വേഷണം ശുഭപര്യവസാനിയായി തീരുകയുള്ളൂ. അല്ല, പിന്നീട് അവിടെ സുഗ്രീവ സഖ്യം ഉണ്ടാകുന്നുണ്ട്. എന്താണ് സുഗ്രീവ സഖ്യം? സാധനാഭക്തിയില് 8ാമത്തേതാണ് സഖ്യഭക്തി. കാരണം നവതാഭക്തി പറയുമ്പോ ശ്രവണഭക്തി, കീർത്തനഭക്തി, സ്മരണഭക്തി, അതുപോലെ അർച്ചനഭക്തിയും, വന്ദനഭക്തി, പാദസേവന ഭക്തി, ദാസ്യഭക്തി, സഖ്യഭക്തി. 8ാമത്തെ ഭക്തിയായിട്ടാണ് നമുക്ക് സഖ്യത്തെ കാണുവാൻ സാധിക്കുന്നത്. ആത്മനിവേദനം 9ാമത്തെ ഭക്തി. ഭക്തിയോഗത്തിൽ നമ്മള് ഭക്തിയുടെ പ്രത്യേകതകളെ കുറിച്ച് ഇവിടെ മുമ്പ് ഈ ഭാഗവത ധ്യാനത്തില് വിചാരം ചെയ്ത് അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. ഭക്തിയോഗത്തെക്കുറിച്ച് അറിയണമെന്ന് ഒന്നുകൂടി ആഗ്രഹിക്കുന്നവരെ ആ ഭാഗം, ഭക്തിയോഗം എന്ന് പറയുന്ന ഭാഗം ഒന്നുകൂടി ശ്രദ്ധിക്കുക. അപ്പൊ സുഗ്രീവ സഖ്യം അത് 8ാമത്തെ ആ ഭക്തിയുടെ തലമാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്ന സുഗ്രീവ സഖ്യം. അപ്പൊ സഖ്യം കഴിഞ്ഞു വരുന്നതാണ് ആത്മനിവേദനം. എന്താണ് ആത്മനിവേദനം? തന്നെ പൂർണ്ണമായിട്ടും ഈശ്വരനെ സമർപ്പിക്കുന്നതാണ് ആത്മനിവേദനം. അപ്പോഴുണ്ടാകുന്ന ആത്മ അനുഭവമാണ് സുഗ്രീവ സഖ്യം. പിന്നെ എന്താണ്? ഇന്ദ്രപുത്രനായ ബാലി ദമനശീലമില്ലാത്തതിന്റെ പ്രതീകമാണ്. ആ സുഗ്രീവ സഖ്യത്തിന് ശേഷമാണല്ലോ ബാലി നിഗ്രഹം സാധിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്? അതെ, ഇന്ദ്രിയങ്ങളിൽ ഇന്ദ്രപുത്രനാണ് ബാലിയെങ്കിലും ദമം, ബാഹ്യേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ടില്ലാത്തതിന്റെ പ്രതീകമാണ്. അപ്പൊ ദമന ശീലം പ്രാപിക്കുന്നതാണ് ബാലി നിഗ്രഹം. ഇപ്പൊ ബാഹ്യേന്ദ്രിയങ്ങളെ സംയമിച്ചു, ബാഹ്യേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു. ബാഹ്യേന്ദ്രിയങ്ങളിലുള്ള നിയന്ത്രണത്തെ ആർജിക്കുന്ന ആ ശക്തിവിശേഷം മഹിമയായിട്ട് പ്രകടമാക്കുന്നതാണ് നമുക്ക് ആ ബലിയുടെ നിഗ്രഹത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ആന്തരതത്വം. പിന്നെ എന്താണ്? സീതാദർശനം. ആരാണ് സീതാദേവിയെ കണ്ടെത്തുന്നത്? ആഞ്ജനേയ സ്വാമിയാണ് സീതയെ കണ്ടെത്തുന്നത്. എന്താണ് ഹനുമാൻ? എന്താണ് ആഞ്ജനേയര്? പരിശുദ്ധമായ മനസ്സാകുന്നു ഹനുമാൻ. ജ്ഞാനത്തിന് യോഗ്യമായ മനസ്സാണ് ശ്രീ ഹനുമാൻ. സീതയെ പ്രാപിക്കൽ എന്നാൽ എന്താണ്? സാക്ഷാത്കാരം, സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സെൽഫ് ആക്ച്വലൈസേഷൻ. ഇവിടെ ഇതെന്തായാലും ആത്മസാക്ഷാത്കാരം. അതാണ് സീതാദർശനം. സേതുബന്ധനത്തിനായിട്ട് വരണപ്രീതി നേടാൻ എന്ത് ചെയ്തു? 3 ദിവസം ഉപവസിക്കേണ്ടി വന്നു. കാരണം ശ്രീരാമൻ പോലും വരുണന്റെ പ്രീതി നേടുവാൻ വേണ്ടിയിട്ട് 3 ദിവസം ഉപവസിച്ചു. എന്താ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ? സേതുബന്ധനത്തിന് വേണ്ടിയിട്ട് അവർ ഉപവസിച്ചു. കാരണം ഇവിടെ ലക്ഷ്യമാകുന്ന സീതാ സാക്ഷാത്കാരത്തിനായിട്ടാണ് ഇവിടെ ഉപവാസത്തെ പറഞ്ഞിരിക്കുന്നത്. അടുത്തിരിക്കലാണല്ലോ ഉപവാസം. ആരുടെ അടുക്കൽ? ഈശ്വരന്റെ അടുക്കൽ, ആത്മാവിന്റെ അടുക്കൽ, ഗുരുവിന്റെ അടുക്കൽ, സത്യത്തിന്റെ അടുക്കൽ. ഇവിടെ സത്സംഗാദികളെ കൊണ്ടും വിചാരങ്ങളെ കൊണ്ടും ഉപവാസിവാദികളെ കൊണ്ടുമാണ് ലക്ഷ്യ സാക്ഷാത്കാരത്തിന് യോഗ്യത നേടിയെടുക്കേണ്ടത്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അപ്പൊ വഴങ്ങാനിരുന്ന വരുണനീട് എന്താണ്? ധാർമ്മിക രോഷം കൊള്ളുന്നുണ്ട് ഭഗവാൻ. 3 ദിവസം ഉപവസിച്ചിട്ടും വരുണൻ ശാന്തമാകാത്തത് കണ്ടപ്പോഴാണ് ഭഗവാൻ തന്റെ ക്രോധം പ്രകടമാക്കിയത്. അപ്പൊ ഇതെന്താണ്? ധാർമ്മിക രോഷം. ഭഗവാന്റെ രോഷം
കോപമല്ല. അതല്ലേ ഗുരുജനങ്ങളെ, സജ്ജനങ്ങളെ, സന്യാസിമാരി ഇപ്പോ സത്സംഗത്തിന് അതുപോലെ ഓരോ ഇതിനെയൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ സംഘാടകരുടെ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ അസഹ്യമായ പെരുമാറ്റ രീതികളെ കാണുമ്പോൾ അപ്പൊ അവർ അല്പനാളത്തേക്കെങ്കിലും കോപം പ്രകടമാക്കാറുണ്ട്. അത് വാസ്തവത്തില് എന്താണ്? ധാർമ്മിക രോഷം പോലെയാണത്. എന്നുവെച്ചാൽ ജലരേഖ പോലെ തന്റെ ശിഷ്യജനങ്ങള് ധർമ്മത്തിന് വിപരീതമായിട്ട് അധർമ്മം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവരെ ശാസിക്കാൻ വേണ്ടി, അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ക്രോധം പ്രകടമാക്കുന്നത്. ഇപ്പൊ ഗുരുജനങ്ങളുടേതായിരിക്കുന്ന ക്രോധത്തെ ധാർമ്മിക രോഷമായിട്ടാണ്, ധർമ്മം ആചരിക്കാതെ വരുമ്പോൾ ആ കാണുന്നതിലുണ്ടാകുന്ന ക്രോധത്തെയാണിവിടെ, അത് തന്നെയാണിവിടെ രാമന്റെ ആ രോഷവും. കാരണം ജ്ഞാനത്തെ പ്രാപിക്കുക എന്നത് കാമമല്ല. ജ്ഞാനത്തെ പ്രാപിക്കാൻ സീതയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ സേതു ബന്ധിക്കുന്നത്. അപ്പൊ അതിനെ ആഗ്രഹമായിട്ട് കാമമായിട്ട് പറയുന്നില്ല, അത് ജീവന്റെ ലക്ഷ്യമാണ്. അപ്പൊ ജീവന്റെ ലക്ഷ്യത്തിന് കാരണമായിരിക്കുന്ന സീതയെ പ്രാപിക്കുവാൻ ആവശ്യമായ സേതു ബന്ധനത്തിനെ തടസ്സം ചെയ്യുകയാണ് വരുണൻ ചെയ്തത്. അപ്പൊ അതിനുകൊണ്ടാണ് അത് അധർമ്മമാണ്. അതുകൊണ്ടാണ് ജ്ഞാനപ്രാപ്തി ധർമ്മമായതുകൊണ്ടാണ് ഭഗവാൻ അവിടെ ക്രോധം പ്രാപിച്ചത്. അപ്പൊ ജ്ഞാനത്തെ പ്രാപിക്കുക എന്നത് കാമമല്ല. ജ്ഞാനപ്രാപ്തി നമ്മുടെ യഥാർത്ഥ ധർമ്മമാകുന്നു. അപ്പൊ ജ്ഞാനത്തിന് തടസ്സമാകുന്നതാണ് യഥാർത്ഥത്തിലെ കാമം. അപ്പൊ തടസ്സമാകുമ്പോഴാണല്ലോ, കാമത്തിന് തടസ്സമാകുമ്പോഴാണ് ക്രോധമുണ്ടാകുന്നത്. ഇവിടെ വരുണൻ ജലദേവതയാണ്. അപ്പൊ ജലതന്മാത്രയിൽ നിന്നും ജനനം കൊണ്ടിരിക്കുന്ന ജിഹ്വേന്ദ്രിയവും ജനനേന്ദ്രിയവുമാണ് ആത്മോന്നതിക്ക് തടസ്സം. അപ്പൊ ധാർമ്മിക ബോധം ഉണർത്തി പ്രവർത്തിക്കുമ്പോഴാണ് ഇവ നമുക്ക് വിധേയമായിട്ട് തീരുക. അപ്പൊ സപ്താഹ ദിവസത്തിന്റെ 4ാമത്തെ ദിവസമായ ഇന്നത്തെ കഥകള് തത്വാപത്തി എന്ന യോഗഭൂമിയിൽ എത്തിച്ചേരുവാനുള്ള കഥകളാണ്. അതുകൊണ്ടോ ധാർമ്മിക ബോധം ഉണർത്തി പ്രവർത്തിക്കണം എന്നാണ് ഇവിടെ ഓരോ സന്ദർഭത്തിലും നമ്മളോട് ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജിഹ്വാവസ്ഥങ്ങളെ ജയിച്ചാൽ മാത്രമേ തത്വാപത്തിയിൽ എത്തുകയുള്ളൂ. അപ്പൊ സത്വാപത്തിയിൽ എത്തുവാൻ ആവശ്യമെന്താണ്? സാധുസംഗമവും നാമജപവുമാണ് ഇവയെ ജയിക്കാനുള്ള മാർഗം. സത്വാപത്തിയിലെത്താൻ ദേഹവാസനകളെ ജയിച്ച് നമ്മൾ സത്വഗുണത്തിൽ എത്തിച്ചേരുവാൻ ആവശ്യം സാധുവായിരിക്കുന്ന ഗുരുവിൽ നിന്നും മന്ത്രോപദേശം സ്വീകരിച്ച് ആ സജ്ജന സംസർഗം, അപ്പൊ നമുക്ക് സത്സംഗം ലഭിക്കും. പിന്നെ മൂലമന്ത്രം ജപിക്കുവാൻ അവസരവും ഉണ്ടാകും. ഇത് രണ്ടും കൊണ്ടുമാണ് ദേഹവാസനയെ ജയിക്കുവാൻ സാധിക്കുക. സമുദ്രത്തെ കടക്കുവാനുള്ള വഴിയാണ് സേതുബന്ധനം. സംസാരമാണ് സമുദ്രം. ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് സാഗര താരണത്തിനൊരുങ്ങുന്നത്. അപ്പോ അവനവന്റെ കർത്തവ്യകർമ്മങ്ങളെ ഈശ്വരപൂജയായി ചെയ്യുമ്പോഴാണ് സമുദ്രത്തെ ലംഘിക്കുവാൻ നാം യോഗ്യരായിട്ട് തീരുക. അപ്പൊ സംസാരത്തെ മറികടക്കണമെങ്കിലോ സർവത്തിലും ഈശ്വര ചൈതന്യത്തെ ദർശിക്കുവാൻ സാധിക്കണം. രാമസാന്നിധ്യത്താൽ അപ്പുറം കടന്നവരോ അനേകരായ പ്രബലന്മാരാം രാക്ഷസരെയെല്ലാം നിഗ്രഹിച്ചു. രാമബാണത്താൽ തന്നെയാണ് രാവണനെയും നശിപ്പിക്കുന്നത്. രാവണനും കുംഭകർണനും ജയവിജയന്മാരുടെ 2ാമത്തെ ജന്മമാണെന്ന് നമ്മൾ അറിയുകയും ചെയ്യും. മഹദ്വിദ്യയുടെ ഫലം അനുഭവിക്കുവാനായിട്ട് രാക്ഷസ യോനിയിൽ ജനിച്ചിരിക്കുകയാണ് അവർ. അപ്പൊ മഹൻ നിഷേധത്തിന്റെ ഫലമായിട്ടാണ് ഈ ജനങ്ങളിൽ ഉണ്ടാകുന്ന ആസക്തി രൂപം കൊള്ളുന്നത്. സന്യാസിമാരെ അതുപോലെ സന്യാസാശ്രമത്തെ നിന്ദിക്കുന്നതിന്റെ ഫലമായിട്ട് ഇന്നത്തെ ആളുകളിലും ഇതേപോലെയുള്ള ആസക്തികള് പ്രകടമാകുന്നു. അപ്പൊ
പിന്നെന്താണ്? ഈ ഈ ആസക്തിയാണിവിടെ രാഗദ്വേഷങ്ങൾ വളർത്തുന്നത്. അതാണിവിടെ രാവണനും അതുപോലെ കുംഭകർണനും ഒക്കെ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നെ ഈ രാഗദ്വേഷത്തെയാണല്ലോ രാമബാണം കൊണ്ട് ഉന്മൂലനാശം ചെയ്തത്. പിന്നെ എന്താണ്? വിഭീഷണനെ രാജാവാക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാലോ, കാമക്രോധങ്ങൾ നശിച്ച മനസ്സ് ഭയമില്ലാതായിത്തീരുന്നു. അപ്പൊ ഈശ്വരനിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുമ്പോഴാണ് നിർഭയനായിട്ട് തീരുന്നത്. ഈശ്വരനിൽ പൂർണ്ണമായിട്ട് അഭയം പ്രാപിച്ച ആളാണ് വിഭീഷണൻ. ആ വിഭീഷണൻ തന്നെ രാജാവായി, ചക്രവർത്തിയായി. ഇനി സീതാഗമനമാണ്. എന്താ സീതാഗമനം? ജ്ഞാനയോഗി മഹാവാക്യ ശ്രവണം കൊണ്ട് തത്വാനുഭൂതിയിൽ എത്തുന്നതാണ് സീതയുടെ പുനരാഗമനം. സീതയെ വീണ്ടും കണ്ടെത്തി, പ്രാപിച്ചു, അറിഞ്ഞു എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനയോഗി. ശ്രീ ഗുരുവിൽ നിന്നും തത്വമസി മുതലായിരിക്കുന്ന മഹാവാക്യ ശ്രവണങ്ങൾ സ്വീകരിച്ച് ആ തത്വത്തിന്റെ അനുഭൂതി അമർന്നിരിക്കുന്ന അവസ്ഥയാണ് സീതയുടെ പുനരാഗമനം. എന്നുവെച്ചാൽ ശ്രീഗുരുവിൽ നിന്നും സന്യാസഗുരുവിൽ നിന്നും മഹാവാക്യം അർഹതയുള്ള ശിഷ്യർ ഗ്രഹിക്കണം, ശ്രവിക്കണം. ശ്രവണത്തെ എന്ത് ചെയ്യണം? മനന നിധിധ്യാസനത്തിന് വിധേയമാക്കണം. ശ്രവണത്തിലുള്ള തത്വത്തെ വിചാരത്തിലൂടെ ഗ്രഹിക്കുന്നതാണ് മനനം. മനനത്താലോ ശ്രവിച്ച തത്വത്തിൽ നിസംശയനാകുന്നു. നിസംശയം വന്ന തത്വത്തെ ധാരണയിലൂടെ ഉറപ്പിക്കുന്നു. നിസംശയം വന്ന തത്വമായിട്ട് തീരുന്നതാണ് നിരിധ്യാസനം. ഈശ്വരനും താനും ഒന്നു തന്നെയാണെന്നാണ് ശ്രവണവാക്യം. ജീവോ ബ്രഹ്മൈവ ന അപരാ. ജീവനും ബ്രഹ്മവും ഒന്നു തന്നെ. ജീവാത്മാവും പരമാത്മാവും ഏകം തന്നെ. അപ്പൊ ഈ തത്വത്തെ മനസ്സിനത്തിലൂടെ ഉറപ്പിക്കുന്നു. ആ തത്വത്തില് താതാത്മ്യം പ്രാപിക്കുന്നതാണ് നിരിധ്യാസനം. ആ അനുഭവമാണ് സീതാ രാമ സംഗമം. സീതയും രാമനുമായിരിക്കുന്ന സംഗമം എന്ന് പറയുന്നത് ആ സാധകൻ ആ ആത്മസ്ഥിതിയില് ബോധിക്കുക, ആത്മസ്ഥിതിയിലെത്തുക, ആ ആത്മസ്ഥിതിയെ തിരിച്ചറിയുന്ന നിമിഷം അതാണ്. പിന്നെ തപസിയെപ്പോലെ ഒരു പ്രതിനിധിയെ ഇനി നമുക്ക് അയോധ്യയിലേക്കാണ് തിരിച്ചു വരേണ്ടത്. അപ്പൊ അവിടുത്തെ സംഭവമാണല്ലോ കാണേണ്ടത്. തപസിയെപ്പോലെ ഒരു പ്രതിനിധിയായിട്ടാണ് ഭരതൻ രാമരാജ്യത്തെ അതുവരെയും ഭരിച്ചത്. കാരണം ഈശ്വര സാമ്രാജ്യത്തെയാണ് രാമരാജ്യം എന്ന് പറയുന്നത്. ഈശ്വരന്റെ കയ്യിലെ ഒരു ഉപകരണമായി പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രതിനിധിയായി നിലകൊണ്ടു എന്നതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ത്യാഗം കൊണ്ടാണ് ഈശ്വരന്റെ സാമ്രാജ്യം അനുഭവിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ആ ഭരതൻ തപസ്യയെ പോലെയുള്ള ജീവിതം ആയിരുന്നു എന്ന് പറയുന്നത്. ത്യാഗത്തിന്റെ ലക്ഷണമാണ് തപസ്. അതാണ് സന്യാസം. അപ്പോ സർവത്ര രാമനെ ദർശിച്ചുകൊണ്ടുള്ള ഭരണമായിരുന്നു ഭരതന്റേത്. അപ്പൊ അനന്യഭക്തനായത് കൊണ്ട് തന്നെയാണ് ഈശ്വര സാമ്രാജ്യം ഭരിക്കുവാൻ ഭരതനെ സാധിച്ചത്. ഗുരുജനങ്ങളെയും അതുപോലെ ഇഷ്ടദേവതയെയും ആത്മസ്വരൂപമായി അറിഞ്ഞ് ആ ആരാധനയിലൂടെ
മുന്നോട്ട് പോകുന്നവർക്കാണ് രാഷ്ട്രഭരണം സംതൃപ്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് അത് സാധ്യമാവുകയില്ല. പിന്നെന്താ? ഭരതൻ ഭഗവത് പാദുകത്തെ ശിരസ്സിൽ വെച്ചു എന്നതിൽ നിന്നും എന്താണ്? ഭക്തൻ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്ന ആ രംഗാവിഷ്കരണം നടത്തിയിരിക്കുകയാണ്. പാദുകം ശിരസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ഭരതൻ നീ അവിടെ വെളിപ്പെടുത്തിയത് മറ്റേ ഭഗവാനെ കാണുന്ന സന്ദർഭത്തിൽ. എന്താണത്? സ്വാധ്യായാൻ ഇഷ്ടദേവതാ പ്രസാദക യോഗസൂത്രത്തില് സ്വാധ്യായം കൊണ്ട് ഇഷ്ടദേവതയെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കും. അപ്പൊ ഈശ്വര സാമ്രാജ്യത്തെ ഈശ്വരഹിതാനുസാരം ധർമ്മമാചരിച്ചുകൊണ്ട് ജീവിച്ചതിന്റെ ഫലമായിട്ടോ ആ യോഗിക്ക്, ആ ജ്ഞാനിക്ക്, ആ തപസ്സിക്ക്, ആ സാധകനെ ഈശ്വരനെ ദർശിക്കുവാൻ സാധിച്ചു. അതാണ് ശ്രീരാമ ദർശനം ഭരതന്റെ. എല്ലാവരും ഒരുമിച്ച് പിന്നെ അയോധ്യയിലെത്തി. അപ്പൊ പിന്നെന്താ? രണ്ടെണ്ണ ഭാവം വെടിഞ്ഞവരെ എല്ലാവരും അയോധ്യയിലെത്തി. കാരണം എന്താ? രണ്ടെണ്ണ ഭാവം വെടിഞ്ഞു എന്നിവിടെ പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞു. എന്തുകൊണ്ടാണ്? ദ്വിതീയാദ് വൈ ഭയം. രണ്ടെണ്ണ ഭാവമാണ് ഭയത്തെ സൃഷ്ടിക്കുന്നത്. ഇവിടെ ഇപ്പൊ പട്ടാളക്കാർക്കും അഭ്യാസം കൊണ്ട് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോഴോ എന്തെങ്കിലും അപശബ്ദം കേൾക്കുമ്പോഴോ അവർ ഞെട്ടുകയോ വിറയ്ക്കുകയോ ഭയക്കുകയോ ഒന്നുമില്ല. അതെന്താണ്? നിരന്തര അഭ്യാസം കൊണ്ടാണ്, പട്ടാളത്തിലെ പരിശീലനം കൊണ്ടാണ്. അവർ യോഗിയാകുന്നുണ്ടോ, അവർ ജ്ഞാനിയാകുന്നുണ്ടോ, അദ്വൈത ജ്ഞാനം കൊണ്ടാണോ അവർ ഞെട്ടാതെയും വിറയ്ക്കാതെയും ഇരിക്കുന്നത്? അല്ല. അപ്പോ ഈ ആത്മീയതയെ അതിൻ്റെതായിരിക്കുന്ന ആ ഗൗരവത്തോടുകൂടി തന്നെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം. അല്ലാതെ മനസാക്ഷിയില്ലാത്തതായിരിക്കുന്ന കർമ്മമോ വേണ്ടി വിചാരമില്ലാത്ത ധർമ്മമോ ഇതൊന്നുമല്ല ആത്മീയത. അത് തന്നിൽ ഉള്ളിലുള്ള ഈശ്വരനെ സാക്ഷാത്കരിക്കുവാനുള്ള ഉപായമാണ്. രണ്ടെണ്ണ ഭാവം ഭയത്തെ സൃഷ്ടിക്കുന്നു. അപ്പൊ വൈശികത മനസ്സിലുള്ളത് കൊണ്ടാണ് മനസ്സിൽ ഭയം കടന്നുകൂടുന്നത്. അപ്പൊ യാതൊരു കാരണവശാലും യുദ്ധമുണ്ടാകാത്ത സ്ഥലമാണ് അയോധ്യ. അപ്പൊ ശാന്ത ചിത്തന്മാർക്ക് മാത്രമേ അവിടെ ഭരിക്കുവാൻ സാധിക്കൂ. അയോധ്യ ഭരിക്കുവാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ശാന്തചിത്തന്മാര്. ശാന്തത വരുന്നവരോ ഈശ്വരനെ അറിയുമ്പോൾ, അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം നേടുമ്പോൾ. അപ്പൊ ഗുരുജനങ്ങളുടെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി ചിത്തം നിർഭയവും ശാന്തവും ആക്കിയവർക്ക് അയോധ്യയിൽ യാഥാർത്ഥ്യം പ്രായോഗികമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതാണ്. പിന്നെ ഇവിടെ എന്താണ്? തന്നെ പൂർണ്ണമായി ഈശ്വരനെ സമർപ്പിക്കുമ്പോഴേ അയോധ്യയിൽ നിലനിൽക്കുവാൻ പറ്റുകയുള്ളൂ. അതാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ടുള്ളത്. അപ്പൊ ശുഭമുഹൂർത്തത്താൽ ഗുരുവിന്റെ നിർദ്ദേശത്താൽ രാമന് പട്ടാഭിഷേകം ചെയ്യുന്നുണ്ട്. അപ്പോഴോ പിന്നീട് രാമഭരണകാലത്തെ ഭൂമിയിൽ നിന്ന് തന്നെ സർവാഗ്രഹങ്ങളും സാധിച്ചിരുന്നു. കാരണം രാമൻ ഭരിക്കുമ്പോഴാണ് പുരുഷോത്തങ്ങൾ നേടുവാൻ സാധിക്കുന്നത്. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും. രാമനെ പോലെയുള്ള ഭരണം നടത്തുമ്പോൾ എല്ലാവർക്കും ആർജിക്കുവാൻ സാധിക്കും. അവനവന്റെ സ്വധർമ്മത്തെ വിട്ടുവീഴ്ചയില്ലാതെ ഈശ്വരപൂജിയായിട്ട് ആചരിക്കണം. രാമനെ സദാവി ഈശ്വരനായിട്ട് തന്നെ ഹൃദയത്തിൽ വളർത്തണം. സർവേന്ദ്രിയങ്ങളാലുള്ള കർമ്മങ്ങളും സർവേശ്വരപൂജിയായിട്ട് ചെയ്തു വരുമ്പോൾ ചിത്തം ശുദ്ധമാകും. അങ്ങനെ ചിത്തശുദ്ധി നേടി ഈശ്വരാനുഭവം കൈവരുകയും ചെയ്യും. നമ്മൾ നമ്മെ ബോധിക്കുന്നത് വരെയും അഭിഷേകം മുടങ്ങും. അതാണ് ആ അഭിഷേകം മുടങ്ങിയ അഭിഷേകം. വീണ്ടും അഭിഷേകത്തിലേക്ക് തിരിച്ചു വരാൻ എത്ര കാലമെടുത്തു?
അത് സാധനയിലൂടെ സത്യം സാക്ഷാത്കരിക്കുവാനെടുക്കുന്ന ആ കാലദൈർഘ്യത്തെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ രാമചരിതത്തിൽ നിന്നും രാമനും സീതയും പ്രധാനമായിട്ട് ബോധിപ്പിച്ചതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും രാമൻ ബോധിപ്പിക്കുന്നത് ഏകപത്നി വ്രതവും സീത പാതിവൃത്യത്തെയും. ഈ നിഷ്ഠയാലാണ് പുരുഷാർത്ഥപ്രാപ്തി സാധ്യമായി തീരുന്നത്. ഏകപത്നി വ്രതവും പാതിവൃത്യവുമാണ് സംസ്കാരത്തെ ശുദ്ധീകരിക്കുന്നത്. രാമൻ ഗൃഹസ്ഥനായിരുന്നതിനാൽ ഗൃഹസ്ഥന്റെ വ്രതത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. പ്രജാപതിയുടെ സ്ഥാനമാണ് ഗൃഹസ്ഥനുള്ളത്. വൈകുണ്ഠത്തിലെ ലക്ഷ്മീനാരായണന്മാരെ പോലെ ഗൃഹസ്ഥർ ജീവിതം നയിക്കണം. ഏതാശ്രമത്തിനും അടിസ്ഥാനമായിട്ടിരിക്കുന്നതാണ് ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥാശ്രമം സംശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ മറ്റേതാശ്രമവും അതിന്റെ പൂർണ്ണതയിൽ മുന്നോട്ടു പോകുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അത്രമാത്രം തപോനിഷ്ഠയും ദൃഢനിശ്ചയവും ഈശ്വരാനുഗ്രഹമാകുന്ന ആത്മപ്രസാദവും ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു സന്യാസിയെ വാസ്തവത്തിൽ ആക്ഷേപിക്കാൻ വരുന്ന ആരാണ്? ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും വരുന്നവരാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമത്തിലെ അശുദ്ധി അല്ലെങ്കിൽ അധർമ്മ ആചാരമാണ് ഏതൊരാശ്രമത്തിലുള്ളവരുടെയും ധർമ്മത്തിലെ ച്യുതിക്ക് കാരണമാകുന്നതെന്ന് ഈ അവസരത്തിൽ നമ്മൾ അറിയുക തന്നെ ചെയ്യണം. അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ പഴിചാരുവാനുള്ള പ്രയത്നമല്ല മനുഷ്യൻ ചെയ്യേണ്ടത്. പിന്നെന്താ, പിന്നെ തപസ്വികളുടെ എന്നുവെച്ചാൽ സന്യാസിമാരുടെ അനുഗ്രഹത്തോടുകൂടി തന്നെ നമ്മുടെ ഗൃഹസ്ഥാശ്രമികളും അതുപോലെ രാഷ്ട്രഭരണം നടത്തുന്നവരും മുന്നോട്ട് പോകുകയും ചെയ്യണം. അങ്ങനെ എന്താ, അപ്പൊ എല്ലാ ആശ്രമികൾക്കും സത്യം പാലിക്കുവാൻ പറ്റും. അപ്പൊ ഗൃഹസ്ഥധർമ്മം പാലിച്ച് ജീവിക്കുകയാണ് സംസാരം, അതായത് സംസ്കാരം സംരക്ഷിക്കുവാനുള്ള സാധനം. നമ്മുടെ സംസ്കാരത്തെ, ധർമ്മ സംസ്കാരത്തെ, ആർഷ സംസ്കാരത്തെ, സനാതന ധർമ്മത്തെ സംരക്ഷിക്കുവാനുള്ള ഏകോപായം എന്താണ്? ഗൃഹസ്ഥാശ്രമികളെ അവരുടെ ജീവിതത്തിലെ ആചാരങ്ങള് ആചരിച്ച് ജീവിക്കുക. അങ്ങനെ വ്രതനിഷ്ഠമായ ജീവിതത്തിലൂടെ പോകുമ്പോൾ സത്യസാക്ഷാത്കാരം സാധ്യമാകും. അപ്പൊ ഗൃഹസ്ഥൻ അന്ത്യം വരെയും ഗൃഹസ്ഥാശ്രമത്തിൽ തുടരുകയില്ല. അവർ വാനപ്രസ്ഥാശ്രമത്തിലേക്കും സന്യാസാശ്രമത്തിലേക്കും പോവുക തന്നെ ചെയ്യും. ധർമ്മം അനുസരിച്ച രീതിയിൽ ആചരിക്കുമ്പോൾ. ഏതാശ്രമിയും അവരവരുടെ ധർമ്മത്തെ നിഷ്ഠയോടുകൂടിയിട്ട് പാലിക്കുക തന്നെ വേണം. ഇപ്പൊ വർണ്ണാശ്രമ ധർമ്മങ്ങളിലൂടെ നിയതമായിട്ട് പോകുമ്പോഴോ സത്യസാക്ഷാത്കാരം കൈവരികയും ചെയ്യും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം മുതലായവ പ്രാപിക്കാനായിട്ട് ഇതിഹാസമായ രാമായണം അവരവരുടെ കർത്തവ്യകർമ്മത്തെ നിഷ്ഠയോടുകൂടി പാലിക്കുവാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരവരുടെ കർത്തവ്യകർമ്മങ്ങളെ ഈശ്വര പൂജയായി ചെയ്യുന്ന സാധനയാണ് പുരുഷാർത്ഥപ്രാപ്തി കൈവരുത്തുന്നതെന്ന് നമ്മൾ ഈ രാമചരിതത്തിൽ നിന്നും മനസ്സിലാക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് 10ാമത്തെ അധ്യായത്തിലെ ആശയത്തെ നമുക്കിവിടെ ഉപസംഹരിക്കാം. ഇനി 11ാമത്തെ അധ്യായത്തിലെ ആശയത്തിന്റെ തത്വത്തെ കൂടി പറഞ്ഞതിന് ശേഷം നമ്മളിവിടെ രാമഹൃദയത്തെ കൂടി പറയുവാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ നമ്മളിവിടെ പരസ്പരം എന്താണ്? ധർമ്മം ആചരിക്കുക, കാലാനുസൃതമായ രീതിയിൽ. അന്നു കണ്ടതിനെ വാഴ്ത്തുന്ന മാമുനികൾ എന്ന് പറയുന്നത് പോലെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സ്വധർമ്മം ആചരിച്ച് ജീവിക്കുന്ന സന്യാസിയുടെ ഉപദേശ നിർദ്ദേശത്തോടുകൂടി നമ്മൾ നമ്മുടെ ജീവിത സംസ്കാരം, ജീവിതധർമ്മം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇഹപരലോക സൗഖ്യവും അതുപോലെ ശാന്തിയും സമൃദ്ധിയും ധർമ്മസംഗ്രഹവും സാധ്യമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിന് നമുക്ക് ഈ രാമായണ തത്വത്തിന്റെ ശ്രവണം
ഒരു പ്രചോദകമായിട്ട് തീരുക തന്നെ ചെയ്യണം.